ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയിപ്പോ ഒന്നിന് സമയം കിട്ടില്ല. നിശ്ചയം കണ്ടിട്ടില്ലേ? എനിക്കെന്തോ ആ ഐശ്വര്യ എന്ന് പറയുന്ന കൊച്ചിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും പാവമൊന്നുമല്ല. എവിടെയോ എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന പോലെയാ പെരുമാറ്റം. വലിയ കാര്യത്തില് അർജുൻ സാറ് സ്നേഹിച്ച് കെട്ടിയിട്ട് അവസാനം ആ കുട്ടി തനിസ്വരൂപം പുറത്തു കാണിച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോ എന്റെ തോന്നലായിരിക്കും, പാവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഞാൻ ചന്ദ്രമ്മയോട് മറ്റൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു. എന്താ മോളെ? ഞാനും അമ്മയും ഉടനെ ഇവിടുന്ന് പോവും. എത്ര നാളാണെന്ന് കരുതിയ എവിടെങ്കിലും നിൽക്കുന്നത്? എത്ര കാലം വേണേലും നിൽക്കാലോ. നിങ്ങളെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. പിന്നെ മേഡം പറയുന്ന കേട്ട് വിഷമിക്കാനാണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. മേഡം അങ്ങനെ ഒരു സ്വഭാവക്കാരിയാ. അതൊന്നും അല്ല ചന്ദ്രമ്മ. മറ്റേതെങ്കിലും നാട്ടിൽ ചെന്ന് ഒരു ചെറിയ വാടക വീട് സംഘടിപ്പിക്കണം. ഞാനും അമ്മയും ഇവിടെ സുരക്ഷിതമായിട്ട് കഴിയുമ്പോഴും അച്ഛൻ ഒരു ആശ്രയവും ഇല്ലാതെ മറ്റെവിടെയോ ജീവിക്കോ? പലയിടത്തായിപ്പോയി ഞങ്ങള്. അതിനൊരു പരിഹാരം കാണണം. നിങ്ങളോട് ഇവിടുന്ന് പോകരുതെന്ന് ഞാൻ പറയില്ല. അതിനുള്ള അവകാശമൊന്നും എനിക്കില്ല. നിങ്ങള് എപ്പോഴും ഇവിടെ ഉള്ളത് തന്നെ എന്റെ സന്തോഷം. എങ്കിലും പോകാനൊരു ഇടമില്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങരുത്. വാടക വീടെടുത്ത് നിങ്ങളെല്ലാവരും ഒരിടത്ത് താമസിക്കുന്നത് നല്ലതാ. നിങ്ങൾക്ക് പറ്റിയൊരു വീട് വേണം. അതിന് വാടക കൊടുക്കാനുള്ള വരുമാനവും വേണം. ഇതെല്ലാം കണ്ടുവെക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ അവസാനം ഒന്നുമില്ലാതായി പോവും മോളെ. ഒരു നിമിഷത്തെ തോന്നലിൽ ഇറങ്ങിപ്പോണെന്നൊക്കെ തോന്നും. പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. നിന്റെ അമ്മയുടെ അതേ സ്ഥാനം നീ എനിക്ക് തരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, തുമ്പിമോളുടെ കാര്യം പിന്നൊന്നും അറിഞ്ഞില്ലല്ലോ. അല്ല, അന്വേഷിച്ചിട്ട് കണ്ടില്ലല്ലോ. അവളെ ഒന്ന് കണ്ടുപിടിച്ചാ അവളോടൊപ്പം നിങ്ങൾക്കും പോവാല്ലോ. ചേച്ചി കുറെ നാള് മുന്നേ വിളിച്ചിരുന്നു. അത് ചന്ദ്രമ്മയോട് പറയാൻ മറന്നുപോയതാ. ചേച്ചിയുടെ കോഴ്സ് കഴിഞ്ഞ് ചേച്ചി ഇപ്പൊ ട്രെയിനിങ്ങിലാ. ബാംഗ്ലൂരിലാണെന്നാ പറഞ്ഞത്. ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ ജോലിയാവും. അപ്പോ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, പിന്നെന്തിനാ അതിനിടയ്ക്ക് ഇവിടുന്ന് പോകുന്നതും വാടക വീടെടുക്കുന്നതും ഒക്കെ? അവള് തിരിച്ചു വരുന്നത് വരെ നിങ്ങൾക്ക് ഇവിടെ നിന്നാ പോരെ? വെറുതെ എന്തിനാ വാടക വീടൊക്കെ എടുത്ത് കാശ് കളയുന്നേ? എനിക്കൊന്ന് കാണണമെന്നുണ്ട് അവളെ. സീത വളർത്തിയ മോളല്ലേ, എന്തായാലും പാവമായിരിക്കും. അയ്യോ, കാര്യം പറഞ്ഞിരുന്ന സമയം പോയി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.